ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് CMA ഇൻ്റർ ജൂൺ 2025 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ആ ഒരു ഇതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ എനിക്കറിയാം ഒരു മിക്സ് ഓഫ് ഇമോഷനാണ് ആ ഒരു ദിവസം എന്ന് പറയുന്നത്. പാസ്സായവരുണ്ടാവും, ഫെയിലായവരുണ്ടാവും. ഒത്തിരി നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റി. സെക്കൻഡ് ഗ്രൂപ്പിൽ എനിക്ക് 3 സബ്ജക്റ്റ് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് OPM SM എന്ന് പറയുന്ന പേപ്പർ ഒരു 2-3 മാർക്കിന് എനിക്ക് ആ ഒരു 40 മാർക്ക് കിട്ടിയില്ല. സോ അതുകൊണ്ട് ഗ്രൂപ്പ് വൈസ് ക്ലിയർ ആയില്ല. ബാക്കി 3 സബ്ജക്റ്റ് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. സോ എൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയർ ആയില്ല, ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ആയി. സോ ഐ എം വെരി ഹാപ്പി. പിന്നെ അതുപോലെ തന്നെ അന്ന് നമ്മുടെ വർക്കൗട്ട് സെഷൻ ഡിസംബറിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. നവംബർ ലാസ്റ്റ് ഡിസംബർ 1 നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ജോയിൻ ചെയ്ത ഒത്തിരി പേർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി ഹാപ്പിയായി. അവർ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു. അതേസമയം ഫെയിലായി എന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. അത് ഞാൻ അവരോടും അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ അതിനെ പറ്റി ഇനി ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്സാം ഇനി അടുത്തൊരു 3.5 മാസം കഴിയുമ്പോൾ അത് വീണ്ടും ജൂണിൽ വരുന്നുണ്ട്. അപ്പോൾ പക്ക ഒരു പ്രിപ്പറേഷൻസൊക്കെ ഓക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. നിങ്ങൾ പോയതിനെ പറ്റി ഇനി ആലോചിച്ച് ഉള്ള സമയം കൂടി കളയണ്ട എന്നുള്ളൊരു അഡ്വൈസാണ് ഞാൻ കൊടുത്തത്. അതിനാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് പാസ്സായി ശരിയാണ്, അതോടൊപ്പം നമ്മൾ ഫെയിലായി. രണ്ട് ഇതാണ്, ഒന്നുകിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ. രണ്ടും നമ്മളത് എന്ത് സംഭവിച്ചാലും നമ്മളത് ഈക്വലി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. പാസ്സായി എന്ന് വെച്ചിട്ട് നമ്മൾ ഓവർ ഹാപ്പി ആവുക, ഫെയിലായി എന്ന് വെച്ചാൽ ഓവർ സാഡ് ആവുക, അതിൻ്റെ ആവശ്യമില്ല. പാസ് ഓർ ഫെയിൽ ഇതൊരു എക്സാമിൻ്റെ ഇതാണ്. നമുക്കൊക്കെ ഹാപ്പിനെസ് കാണും നമ്മൾ പാസ്സാവുമ്പോൾ, വിഷമം ഉണ്ടാവും ഫെയിലാവുമ്പോൾ, അത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഈക്വലി കാണുക. ഫെയിലായി എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഇത് എൻഡല്ല. നമുക്ക് ഇനിയും ടൈമുണ്ട്, ഇനിയും എഴുതാൻ പറ്റും. ആരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നില്ല. ചിലപ്പോൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന നമ്മുടെ കുറേ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ കാണും. അവരെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ എക്സാമാണ്, നിങ്ങൾ പഠിക്കും എന്നുള്ള കോൺഫിഡൻസിൽ ജോയിൻ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ആ കോൺഫിഡൻസ് ഉണ്ട്. സോ നിങ്ങൾക്കത് പറ്റും. ആ ഒരു ഒറ്റ ബേസിൽ നിങ്ങൾ നിൽക്കുക, എന്നിട്ട് പഠിക്കുക. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കരുത്. എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തു, ഇത്തവണ എക്സാം കിട്ടിയില്ല, ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നു, ഒരുപാട് അറ്റംപ്റ്റ് ആയി, മൾട്ടിപ്പിൾ 7-8 അറ്റംപ്റ്റ് ഒക്കെ ആയവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, എടാ, ഓരോ എക്സാം കഴിയുമ്പോഴും നമുക്ക് ഓരോരോ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനാണ് പറ്റുന്നത്. അതിന് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. എക്സാം പ്രസൻറ്റേഷൻ ഓക്കെ ആവാത്തത് കൊണ്ടായിരിക്കും ക്ലിയർ ആവാത്തത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസ്, ചിലപ്പോൾ നമ്മൾ എഴുതുന്ന ആ ഒരു ആൻസറിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അതിന് കറക്റ്റ് ആൻസർ വരിക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ ചില കീ വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മെയിൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് എക്സാം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് മാർക്ക് വരും. ഷുവറാണ്. ആരും നമ്മുടെ മാർക്ക് കട്ട് ചെയ്യില്ല, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ള മൈൻഡിലേക്ക് പെട്ടെന്ന് വരാണ്ട്. കാരണം ആ ഒരു ഇമോഷൻ്റെ പുറത്ത് പെട്ടെന്ന് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ എഫക്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ മനസ്സിലാക്കുക, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു അക്കാഡമിക് കോഴ്സ് അല്ല, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അതിൻ്റേതായിട്ടുള്ള ടഫ്നെസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. റിസൾട്ട് വന്നിട്ടുണ്ട്, ശരിയാണ്, പാസ്സായില്ല, ഓക്കെ, പാസ്സായില്ല, എന്താ അടുത്ത അറ്റംപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യും. ആ ഒരു മൈൻഡിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്ത് നിൽക്കണം. കാരണം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ലൈക്ക് ആർട്ടിക്കിൾഷിപ്പിനും കയറി എന്നാൽ ഫെയിലും ആയി, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. സോ അങ്ങനെ പറഞ്ഞവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കയറിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് എന്ത് ചെയ്യുക, ഡ്രോപ്പ്, അതായത് ടെർമിനേഷൻ കൊടുത്തിട്ട് നിങ്ങൾ ലീവ് എടുത്ത് വന്ന്, ഒന്നുകിൽ ലീവ് എടുക്കുക. അങ്ങനെ ലീവ് ആരും തരില്ല, 3.5 months ഒക്കെ ലീവ് ആരും തരില്ല. സോ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ടെർമിനേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്ക് എക്സാംസ് ആണ് വലുത്. ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന 15 months ഇന്നല്ലെങ്കിൽ നാളെ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. സോ അതല്ല ഒരിക്കലും സെക്യൂർ ആക്കാനുള്ളത്. അത് നമുക്ക് എവിടെ പോയാലും ഏത് സമയത്തും പറ്റും. പക്ഷേ എക്സാം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ അത് തീർത്താലേ പറ്റും. അല്ലാതെ അത് നീട്ടി വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് കിട്ടാണ്ട് ഇനി നമുക്ക് മുന്നോട്ട് ഇനി എന്ത് നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതാണ് ബേസ്. ഇതില്ലാണ്ട് എവിടെയാണ് നമ്മൾ പോകുന്നത്? സോ അതുകൊണ്ട് ഈ കാര്യം ബേസ് ആക്കി വെച്ച് ഇതാണ് നമ്മുടെ മെയിൻ എന്നുള്ള പ്രയോറിറ്റി കൊടുക്കുക. കാരണം പല സ്റ്റുഡൻസും പറയാനായിട്ടുണ്ട്,
ആർട്ടിക്കിൾഷിപ്പ് തീർത്ത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന്. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ശരിക്കും ഇതല്ലേ ബേസ്, ഇത് തീർക്കാണ്ട് ആർട്ടിക്കിൾഷിപ്പിന് പോയിട്ട് എന്ത് ചെയ്യാനാണ്? സോ അതുകൊണ്ട് എനിക്കിതാണ് പറയാനുള്ളത്. ആർട്ടിക്കിൾഷിപ്പ് തീർത്ത് 15 months കഴിഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞ് 2 വർഷമായിട്ട് ഇതുവരെ ഇൻ്റർ ക്ലിയർ ചെയ്യാത്ത കുറേ ഫ്രണ്ട്സ് എനിക്കറിയാം. സോ ആരെയും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്ന, കുറ്റപ്പെടുത്തുന്നോ കളിയാക്കുന്നോ ഒന്നുമല്ല, ഞാൻ ടു ബി ഫ്രാങ്ക് പറഞ്ഞു തന്നതാണ്. കാരണം ഞാൻ ആർട്ടിക്കിൾഷിപ്പിന് പോകണമെന്ന് ഇടയ്ക്ക് വെച്ച് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, അതിന് കയറിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറേ വർക്ക് പ്രഷറും കാര്യങ്ങളും ടെൻഷനും ഒക്കെയുള്ള, അത്യാവശ്യം വർക്കുള്ള ഫേമിൽ തന്നെ എല്ലാവരും കയറുക. അപ്പോൾ നമുക്ക് ആ ഒരു വർക്ക് നന്നായിട്ട് പഠിക്കാം. സോ ഒരുപാട് സ്ട്രെസ്സ് നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത്. ഓവർ ടൈം ഒക്കെ ഇരിക്കേണ്ടത്. അതിനിടയിൽ നമ്മൾ എപ്പോൾ പഠിക്കാനാണ്? ഒരു ദിവസം എൻ്റയർ ഡേ ഒരു സിസ്റ്റത്തിന് മുകളിൽ മുന്നിലിരുന്നിട്ട് വീട്ടിൽ വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ അല്ല. നമുക്ക് ഹെഡ് ഏക്കും ബാക്കി അല്ലാത്ത കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാകും. സോ ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കാൻ പറ്റുക? നമ്മൾ ഫുള്ള് പഠിത്തത്തിന് വേണ്ടി നിന്നിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് ആർട്ടിക്കിൾഷിപ്പിന് കയറി പഠിക്കുക? സോ അതുകൊണ്ട് അതൊരിക്കലും ഒരു വൈസ് ആയിട്ടുള്ള ഡിസിഷൻ അല്ല. നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ എക്സാം ക്ലിയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനില്ല. വീട്ടിൽ വന്ന് നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ആവാം, നമുക്ക് നമ്മുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അല്ല, നമുക്ക് സ്ട്രെസ് ഇല്ല, വേറെ ഒന്നുമില്ല, ഓവർ സ്ട്രെസ് എടുക്കേണ്ട, ഓവർ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡെയിലി റൊട്ടീൻ ചെയ്ത് പോകാൻ പറ്റും. അതേസമയം നമ്മൾ രണ്ടും കൂടി ഒത്തു കൊണ്ടുപോകാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. എന്നാൽ ഒത്തു കൊണ്ടുപോയി പാസ്സാവുന്നവരുണ്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട്, ആ ഡെഡിക്കേറ്റഡ് ലെവലിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അവർക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എനിക്കിതേ പറയാനുള്ളൂ, നമ്മൾ ഓവർ സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം എനിക്ക് ഇപ്പോൾ കയറിയിട്ടുള്ളവരോട് അതേ പറയാനുള്ളൂ. ജസ്റ്റ് നിങ്ങൾ ലീവ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാംസ് ക്ലിയർ ചെയ്തിട്ട് പോവുക. പിന്നെ അങ്ങനെ ഞാനതൊരു പറഞ്ഞതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഞാൻ ഡിസിഷനാണ്, ഞാനതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അങ്ങനെയല്ല, ഒരു കാര്യം ജനറലായിട്ട് പറഞ്ഞതാണ്. പിന്നെ ടുവേഴ്സ് കഴിഞ്ഞ്, അതായത് ആർട്ടിക്കിൾഷിപ്പ് തീരാറായി നിൽക്കുന്ന 12 months ഒക്കെ ആയ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത്, ഇനി 3 months അല്ലേ ഉള്ളൂ, നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുക, ഡിസംബറിൽ എക്സാം എഴുതാം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പോൾ തുടങ്ങിയിട്ടുള്ളവരോടാണ് ഞാൻ പറഞ്ഞത്, ടെർമിനേഷൻ ചെയ്തിട്ട് ഒരു 3.5 months ഉള്ളൂ, ആ മന്ത്സ് കംപ്ലീറ്റ് ഇതിനു വേണ്ടി ഫോക്കസ് കൊടുത്താൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുന്നവർ കാണും, ഒരുപാട് അറ്റംപ്റ്റ് എടുത്തവർ കാണും. സോ വാട്ട് എവർ, നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ബേസ് ഇതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഡിസൈഡ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ഫേമിൽ കയറി ഇപ്പോൾ ഉടനെ ടെർമിനേഷൻ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക, അവിടെ അല്ലെങ്കിൽ വേറൊരു ഫേമിൽ കയറാൻ പറ്റും. ഫേമൊക്കെ എനിക്ക് ഒരുപാട് അവൈലബിൾ ആണ്, എവിടെ പോയാലും കിട്ടും. പക്ഷേ എക്സാം നമ്മൾ തന്നെ വിചാരിച്ചാലേ ക്ലിയർ ചെയ്യാൻ പറ്റൂ. ആരും നമുക്ക് തരത്തില്ല, ആരും പാസ്സാക്കിയും തരത്തില്ല, നമ്മൾ പഠിച്ചാലേ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. അപ്പോൾ പാസ്സായവരിപ്പം പുതിയ ആർട്ടിക്കിൾഷിപ്പിന് കയറുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണെന്ന് എനിക്കറിയാം. ഫെയിലായവർ ഇപ്പോൾ ഒരുപാട് വിഷമിച്ച് കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പഴയ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വന്നിട്ടില്ലെങ്കിൽ വരണം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഇപ്പം റിസൾട്ട് എന്തായി, ഇനി എന്ത് ചെയ്യും എന്ന് കരുതി ഇങ്ങനെ നിൽക്കണം. ഒത്തിരി ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് മെസ്സേജൊക്കെ വന്നു. ശരിക്കും എനിക്കത് മനസ്സിലാവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കിയാൽ ഒരു ഗ്രൂപ്പ് പാസ്സായി, ഒരു ഗ്രൂപ്പ് ഫെയിലായി. 2 ഇമോഷനും എനിക്കുണ്ട്. കാരണം ഞാൻ രണ്ടും നന്നായിട്ട് പഠിച്ചല്ലേ, അപ്പോൾ പിന്നെ എന്താ എനിക്കത് ക്ലിയർ ആവാത്തതെന്നുള്ളതുണ്ട്. അതേസമയം എനിക്ക് ഒന്നെങ്കിലും ക്ലിയർ ആയല്ലോ എന്ന് ഇമോഷൻ. അപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ക്ലിയർ ചെയ്യുന്ന ആളൊന്നുമല്ല. എനിക്ക് ഇതിൻ്റെ 3rd attempt ആയിരുന്നു. ആ 3rd അറ്റംപ്റ്റിലാണ് എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. CA എന്ന് പറഞ്ഞാൽ എൻ്റെ 4th attempt ആണ്. ഞാൻ ജാനുവരിയിൽ എക്സാം രജിസ്റ്റർ ചെയ്തെങ്കിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇനി വരേണ്ടത് എൻ്റെ 4th attempt ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വർഷത്തിൽ എക്സാമുകൾ മാത്രമാണ് എനിക്കുള്ളത്. ആ ഒരു 3 വർഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിസൾട്ടേ ഇല്ല, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഫൗണ്ടേഷനും ഈ പറഞ്ഞ CMAയുടെ ഫൗണ്ടേഷനും പാസ്സായി, റിസൾട്ട് പാസ്സായി എന്ന് കണ്ടതിന് ശേഷം ഒരു 3 years എനിക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല. പഠിക്കുന്നു, എക്സാം എഴുതുന്നു, ഫെയിലാവുന്നു, പഠിക്കുന്നു, ഇത് തന്നെയാണ് റിപ്പീറ്റ് ഉണ്ടായിരുന്നത്. ഫെയിൽ അത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 3 years കഴിഞ്ഞിട്ട് ഞാൻ കാണുന്ന ഒരു പാസ്, ഈ പറഞ്ഞ റിസൾട്ട് വന്നപ്പോഴാണ്. സോ ആ ഒരു ഇമോഷൻ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ BCom പഠിച്ച്, BCom കഴിഞ്ഞവരടുത്ത് MComന് കയറി, അല്ലാണ്ട് BBA കഴിഞ്ഞ് MBAക്ക് പോയി, അങ്ങനെ മൾട്ടിപ്പിൾ വേറെ കാര്യങ്ങൾ പോയി ജോബ് കിട്ടിയ കുറച്ച് ആൾക്കാരുണ്ട്, ബാങ്കിലൊക്കെ ജോബ് കിട്ടിയ ആൾക്കാരുണ്ട്. സോ അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിക്കവരും പല സ്റ്റേജിലേക്ക് എത്തിയപ്പോഴും സ്റ്റിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ത് മാത്രമായിരുന്നു, ഫൗണ്ടേഷൻ മാത്രമായിരുന്നു. ആ ഫൗണ്ടേഷൻ ഒരു ക്വാളിഫിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫൗണ്ടേഷൻ കൊണ്ടൊരു ജോബ് കിട്ടുമോ? ഇല്ല. സോ ഇൻ്റർമീഡിയറ്റ് ആണ് ബേസ്. ആ ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടുമോ? നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോബ്, അത്യാവശ്യം നല്ല സാലറിയിൽ കിട്ടും. സോ അതുകൊണ്ട് ഒരിക്കലും, അപ്പോൾ എൻ്റെ മൈൻഡിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റൻ, ഞാൻ ഡിഗ്രി ചെയ്യുന്നുണ്ട്, എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയില്ല, ഈ എക്സാംസിൻ്റെ ഇടയിൽ കൂടി എനിക്ക് 3rd year കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ എൻ്റെ മൈൻഡിൽ ഒരേ ക്വസ്റ്റൻ, ഞാൻ എന്താണ്, എൻ്റെ
ക്വാളിഫിക്കേഷൻ +2 മാത്രമാണോ എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിലെ ക്വസ്റ്റ്യൻ. സോ എനിക്ക് എല്ലാവരുടെയും ഇമോഷൻ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ 3 ഇയർ കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻ്റർ പാസ്സായി, ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായി എന്ന് കേട്ടപ്പോൾ ശരിക്കും അതിൽ സന്തോഷം ഒത്തിരി പേരെ ഞാൻ കണ്ടു. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ഒത്തിരി പേര് അതിൽ ഹാപ്പിയായി. കാരണം അവരും കാണുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന സ്ട്രഗിൾ. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഈ ഒരു 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ മെൻ്റലി ഒക്കെ ഞാൻ ഡൗൺ ആയിപ്പോയി. കാരണം ഒരു ഇതുമില്ല, എന്താണ് കിട്ടില്ലാത്തത് എന്നൊക്കെയുള്ള ഒരു 3 പഠിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷേ എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി ഞാനൊന്ന് മാറ്റി പിടിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു എക്സാം ക്ലിയർ ആക്കാൻ പറ്റിയത്. സോ CA ഇപ്പോഴും ക്ലിയർ അല്ല. CA വരണ എക്സാം മെയിൽ എഴുതാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 4th attempt ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വർഷത്തിൽ ഞാൻ CA എഴുതുന്നു, CMA എഴുതുന്നു, ഫെയിൽ ആവുന്നു, ഇതാണ് എൻ്റെ ഇമോഷൻ. അപ്പം ഇത് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു അഡ്വൈസ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആർട്ടിക്കിൾഷിപ്പും കൂടി ചെയ്യാമെന്ന് ഒരു അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. അത്രയും നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷുവറാണ്, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്റ്റഡി സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 16 തൊട്ട് സ്റ്റാർട്ട് ആവുകയാണ്. അതിനകത്ത് ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും 85% ഞാൻ ചൂസ് ചെയ്യും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെയിറ്റേജും അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ ക്ലാസ് തരുന്നുണ്ട്. പ്ലസ് അതാത് ക്ലാസ്സിൻ്റെ നോട്ട്സും അന്നത്തെ ദിവസം തന്നെ PDF ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. പിന്നെ ചാപ്റ്റർ വൈസ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയറും കൂടി 4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യനും കൂടി ചെയ്താണ് പോകുന്നത്. പിന്നെ 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ടെസ്റ്റ് പേപ്പേഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടുവേഴ്സ് ദ എൻഡ് മെയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ MTP വർക്ക് ചെയ്യുന്നുണ്ട്. 2 സീരീസാണുള്ളത്. ആ 2 സീരീസും വർക്ക് ചെയ്യും. ഇപ്പോൾ ടൈം ടേബിൾ വന്നപ്പോൾ എക്സാം ടൈം ടേബിൾ വന്നപ്പോൾ ജൂൺ 11 മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്: ക്ലാസ്, നോട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതുപോലെ TP ടെസ്റ്റ് പേപ്പേഴ്സ്, പിന്നെ MTP വർക്കിംഗ്. ഇത്രയാണ് ഞാനതിൽ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഡെയിലി റിവിഷനും നിങ്ങൾക്ക് ടാർഗറ്റും തരും ഞാൻ. അതായത് ഇപ്പോൾ ഇന്ന് പഠിക്കണത് ഇന്ന് കളഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല, നാളെ വീണ്ടും പഠിക്കണം. സോ അതുകൊണ്ട് ആ റിവിഷൻ ചെയ്യേണ്ട രീതി കാര്യങ്ങളൊക്കെ പക്കാ നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ ഞാൻ തരും. ഇതിൽ മെയിൻ കാര്യം ഒരു ദിവസം ഒരു 3 hours ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. ആ ക്ലാസ് നിങ്ങൾ പക്കാ കേൾക്കുക. അത് സിംഗിൾ ഗ്രൂപ്പിനായാലും ബോത്ത് ഗ്രൂപ്പിനായാലും അവൈലബിൾ ആണ്. നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ. എൻ്റെ നമ്പർ ഇതാണ്. ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇതിനൊരു ചെറിയ ഫീ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു സബ്ജക്റ്റിന് 500 ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ബോത്ത് ഗ്രൂപ്പ് ആകുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സബ്ജക്റ്റ് വൈസ് ചാർജ് ഇട്ടേക്കുന്നില്ല, ഗ്രൂപ്പ് വൈസ് ആണ് ചാർജ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതെനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത്. ഈ ഒരു സെഷനിൽ ഇപ്പോൾ നിലവിൽ ഫെബ്രുവരി 4 മുതൽ നമ്മളൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് ജോയിൻ ചെയ്തു. അവരിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ട്സ് ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു സബ്ജക്റ്റ് തീർത്തേ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകത്തുള്ളൂ. ഒരു സബ്ജക്റ്റ് അതിന് 85% ഫുൾ ക്ലിയർ ആക്കിയിട്ട് അടുത്തതിലേക്ക് പോകത്തുള്ളൂ. അല്ലാതെ മിക്സ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ആകെ കൂടി ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആ രീതിക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിലൊരു സെഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു സെഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഫെബ്രുവരി 16 ഒരു സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് മാക്സിമം ഈ അറ്റംപ്റ്റിൽ എക്സാം ക്ലിയർ ചെയ്യണം. അതിന് എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും. ഞാൻ എല്ലാ ഇല്ലുസ്ട്രേഷൻസും എടുത്ത് തന്നെയാണ് പോകുന്നത്. ഇൻ കേസ് ഏതെങ്കിലും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് വർക്ക് ചെയ്യാൻ തരും. നിങ്ങൾക്ക് ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം. അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു സെഷനിൽ മാക്സിമം ജോയിൻ ചെയ്ത് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. കാരണം ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമുക്കൊരു സബ്ജക്റ്റ് ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ റേറ്റ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലർക്കും വാങ്ങാൻ പറ്റില്ല. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. എനിക്കായാൽ പോലും പലപ്പോഴും അങ്ങനെ ക്ലാസ് വേണമെന്ന് തോന്നി വാങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ എല്ലാം സെൽഫ് സ്റ്റഡിയാണ്. അപ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ ടാക്സ് വാങ്ങണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അതിനെല്ലാം ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്കത് മേടിക്കാൻ പറ്റിയിട്ടില്ല. സോ അത് എനിക്ക് മനസ്സിലാവും. എല്ലാവർക്കും ഇല്ല എങ്കിലും കുറച്ച് പേർക്കൊക്കെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വരും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരു ചെറിയ റേറ്റിൽ എല്ലാം കൂടി കിട്ടുന്ന രീതിക്ക് ഞാൻ പ്ലാൻ ചെയ്തത്. ഇതിപ്പോൾ ഒരു 3.5 months 4 months ഫുള്ള് ഞാൻ ഇതിന് പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ എനിക്ക് അറൗണ്ട് ഒരു 4-5 മണിക്കൂർ വരും. പിന്നെ അത് റെക്കോർഡ് ചെയ്യുക, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്ലസ് എനിക്ക് കാര്യങ്ങൾ പഠിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 4 മാസം നിൽക്കുന്നതുകൊണ്ടാണ് ഒരു ചാർജ് ഞാൻ അതിനിട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അത് നമുക്ക് ഡീൽ ചെയ്യാം. പിന്നെ റിസൾട്ട് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഫെയിലായി, അപ്പോൾ എന്തുകൊണ്ട് ഫെയിലായി, എന്താണ് പ്രശ്നം, എക്സംഷൻ ഉണ്ടെങ്കിൽ അത് പറയാം, എല്ലാം നിങ്ങൾക്ക് പറയാം.
അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ക്ലാസ്സിന് താല്പര്യമുള്ളവരാണെങ്കിൽ ക്ലാസ്സിന് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കരുതി മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഫീ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഓവറോൾ ഈ ഒരു റിസൾട്ട് വന്ന് ഇനി ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി ആരും ടൈം കളയരുത്. 3.5 മന്ത്സേ ഉള്ളൂ. അത് പക്ക ടൈം ടേബിളൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ടൈം ആരും കളയരുത്. ആ ഒരൊറ്റ റിക്വയർമെൻറ്റ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ വരുന്ന എക്സാം ജൂൺ 2025 എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് കരുതുന്നു. പിന്നെ മാക്സിമം എഫേർട്ട് ഇടുക, ഡെഡിക്കേഷന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. ഇപ്പോൾ ഇട്ടു പിന്നെ പറ്റില്ല, ആ ഒരു രീതിക്ക് നിൽക്കരുത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ക്ലാസ്സിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ക്ലാസ്സിന് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ പേരും അതും പറയാം, അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് ഫീ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ നിലവിലൊരു ബാച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് വേണ്ടി സെപ്പറേറ്റ് 16 തൊട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലിൽ വേറെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ വൈസൊക്കെ എങ്ങനെ ടോപ്പിക്സ് സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണുക. നിങ്ങളുടെ റിസൾട്ടിനെ പറ്റി ഓർത്ത് നിങ്ങളുടെ ഇനിയുള്ള നല്ല ടൈം കളയരുത്. അത് മാക്സിമം നിങ്ങൾ പഠിക്കുക. ഓക്കെ, വാട്ട് എവർ റിസൾട്ട് എന്തായിക്കോട്ടെ, നമ്മളിപ്പോൾ ഫെയിലായി, ഓക്കെ അത് പോട്ടെ. അതങ്ങനെ തന്നെയാണ്. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാലുള്ള സ്കോപ്പും കാര്യങ്ങളും ഒക്കെ ഓർത്ത് നമ്മൾ നല്ല വൈസായിട്ട് ചിന്തിച്ചൊരു ഡിസിഷൻ എടുക്കുക കേട്ടോ. ഈ ഒരു പ്ലാറ്റ്ഫോം മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഒരു ഡേ ഉണ്ട്, എല്ലാവരും പാസ്സാവുന്ന ഒരു ഡേ ഉണ്ട്. അത് ഈ അറ്റംപ്റ്റ് തന്നെ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്.